She will bring him. എപ്പിസോഡ് തുടങ്ങുന്നത് റാബിറ്റിനെ കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാരി തന്നെയും തന്റെ കുടുംബത്തെയും റാബിറ്റിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ലൂക്കസിനെ റാബിറ്റിന് പിടിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് റാബിറ്റും സംഘവും കാരി പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് പ്രോക്ടറുടെ സ്ലോട്ടർ ഹൗസ് ആണ് കാണിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് റബേക്കയുടെ അച്ഛനായ ബോമാൻ സെക്കൻഡ് കടന്നു വരുന്നത്. ഇത് കണ്ട് പ്രോക്ടർ അവിടെയുള്ള എല്ലാവരോടും പുറത്തേക്ക് നിൽക്കാൻ പറയുന്നു. കായ്, ഞാൻ വന്നത് റബേക്കയുടെ കാര്യം പറയാനാണ്. എൻ്റെ മകൾ, അവൾ വഴിപിഴച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അവൾ നിന്റെ അടുത്ത് സംസാരിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെയാണ് അവൾ ഇനിയും പോകുന്നതെങ്കിൽ അവളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും എല്ലാവരും ചേർന്ന് പുറത്താക്കും. അതുകൊണ്ട് നീ അവളോടൊന്ന് സംസാരിക്കണം എന്ന് ബോമാൻ സെക്കൻഡ് പ്രോക്ടറോട് അപേക്ഷിച്ച് അവിടെ നിന്നും പോകുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഷുഗറിന്റെ ബാർ ആണ് കാണിക്കുന്നത്. അവിടെ ജോബും ഷുഗറും ലൂക്കസും ചേർന്ന് കസിനോയിലേക്ക് പണം കൊണ്ടുവരുന്ന വാഹനം മോഷ്ടിക്കാൻ പ്ലാൻ ഇടുകയാണ്. അപ്പോഴാണ് ജോബും ഷുഗറും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഇത് കണ്ട് ചിരിക്കുകയാണ് ലൂക്കസ്. ആ സമയമാണ് ലൂക്കസിന് ഒരു കോൾ വരുന്നത്. എന്താ കാര്യമെന്ന് ജോബ് ചോദിക്കുമ്പോൾ കാരിയെ വിളിച്ചത്. ഡയമണ്ടുകൾ വിൽക്കാൻ ഒരു പാർട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വിളിച്ചതാ. 15 വർഷം കിട്ടാത്ത ഏത് പാർട്ടിയാ അവൾക്ക് ഇപ്പോ കിട്ടിയേ? അവൾ അങ്ങനെയാ പറഞ്ഞത്. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. ഡാ മണ്ട, അവൾ നിന്നെ പറ്റിക്കായിരിക്കും എന്ന് പറയുന്ന ജോബിന്റെ അടുത്ത് നീ ഒന്ന് പോയടാ ചെറുക്ക എന്ന് ജോബിനോട് പറഞ്ഞ് ലൂക്കസ് കാരിയുടെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ട് ജോബ്, അത് അങ്ങനെ ഒരു പെങ്കോന്തൻ, പിന്നെ ഇവിടെ ഒരു തടിയും കിളവനും എന്ന് ഷുഗറിനെ കളിയാക്കുമ്പോൾ ഷുഗർ ദേഷ്യത്തിൽ. അങ്ങനെ കാരിയെ കാണാൻ വേണ്ടി ലൂക്കസ് ഒരു പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തുന്നു. അതിനുശേഷം അവിടെ കിടന്ന ഒരു കാറിൽ കയറി അത് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയാണ് കാരി. അല്ല, ഇത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനെയാ ഡയമണ്ടുകൾ വാങ്ങാൻ ഒരു ആളെ കിട്ടിയത് എന്ന് ലൂക്കസ് ചോദിക്കുമ്പോൾ, നീ ഈ കാറൊന്ന് സ്റ്റാർട്ടാക്കിയേ, ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ലൂക്കസ് കാർ സ്റ്റാർട്ടാക്കാൻ പോകുമ്പോഴാണ് ലൂക്കസിനെ കാരി ബോധം കെടുത്തുന്നത്. എന്നോട് ക്ഷമിക്കണം, എന്റെ അടുത്ത് വേറെ വഴിയില്ല എന്ന് കാരി ലൂക്കസിനോട് പറഞ്ഞ് ലൂക്കസിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ആ സീൻ കട്ട് ചെയ്ത് എമറ്റിനെ കാണിക്കുന്നു. ഒരു ഷോപ്പിൽ നിന്നും തന്റെ ഭാര്യയ്ക്ക് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങി ബില്ല് ചെയ്യാൻ വരുന്ന എമറ്റ് കാണുന്നത് 2 കള്ളന്മാർ കടയുടമയുടെയും തന്റെയും നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ്. എമറ്റ് അവരോട് തോക്ക് താഴ്ക്കാൻ പറയുന്നുണ്ടെങ്കിലും അവർ കടയുടമയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അവരിൽ ഒരാൾ കടയിൽ നിന്നും പണം എടുത്ത് ആ പോലീസിനെയും കൂടെ കൊന്നേക്ക് എന്ന് തന്റെ പങ്കാളിയോട് പറഞ്ഞ് പുറത്തേക്ക് ഓടുന്നു. ഇത് കണ്ട് തന്റെ മരണം ഉറപ്പിച്ച് തറയിൽ മുട്ടുകുത്തി അതീവ ദൈവവിശ്വാസിയായ എമറ്റ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ നേരെ തോക്ക് ചൂണ്ടിയ കള്ളൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടിയിരുന്നു. ഇത് കണ്ട് എമറ്റ് ഓടി കടയുടമയെ നോക്കിയിട്ട് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അവരെ പിടിക്കാൻ പുറത്തേക്ക് ഓടുന്നു. എമറ്റ് അവരെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നിന്നോട് ഞാൻ അവനെ കൊല്ലാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് കള്ളന്മാർ 2 പേരും വാക്കുതർക്കത്തിലാണ്. ആ തർക്കത്തിൽ അവരുടെ കാർ ക്രാഷായി അവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അവരുടെ പുറകെ എമറ്റും വിവരമറിഞ്ഞ് ഷിയോബനും ബ്രോക്കും അവിടെ കാറിലെത്തിയിരുന്നു. അങ്ങനെ ആ 2 കള്ളന്മാരും ഓടി ബാൻഷി ഹൈസ്കൂളിലേക്ക് എത്തുന്നു. ഹൈസ്കൂളിന്റെ പുറത്തു നിന്നിരുന്ന മേയർ കെൻഡലിന്റെ ഭാര്യയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ പിറകെ വന്ന എമറ്റിന്റെ കയ്യിൽ കള്ളന്മാരിൽ ഒരാൾ വെടിയുതിർക്കുന്നു. വെടിയുതിർത്തിട്ട് ഹൈസ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് അവർ കയറുന്നു. അപ്പോഴാണ് അവിടെ ദേവയും തന്റെ ഫ്രണ്ട്സും ഇരിക്കുന്നത് കാണിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് കാരിയെ കാണിക്കുന്നു. ലൂക്കസിനെ ബാൻഷിക്ക് പുറത്തുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് കാരി. നിന്റെ അടുത്ത് ഞാൻ അന്നേ പോകാൻ പറഞ്ഞതല്ലേ, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന കാരിയുടെ അടുത്ത്, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്നെ തേടി വന്നിരിക്കും. ഇത് കേൾക്കുന്ന കാരി ലൂക്കസിന്റെ വാ കെട്ടി അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്നും കട്ട് ചെയ്ത് ഹൈസ്കൂളാണ് കാണിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറിയാലോ? നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയാൽ അകത്തുള്ളവർക്ക് നേരെ അവർ വെടിവെച്ചാലോ? നമുക്ക് ഷെരീഫ് വരുന്നത് വരെ കാത്തിരിക്കാം. അടുത്ത സീനിൽ ദേവയും ബാക്കിയുള്ള കുട്ടികളെയും മിസ്സിസ് കെൻഡലിനെയും തടവിൽ വെച്ചേക്കുന്ന കള്ളന്മാരെ കാണിക്കുന്നു. ഈ സമയം തന്നെ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് മീഡിയയും വരുന്നു. ഇത് കണ്ട് കള്ളന്മാരിൽ ഒരാൾ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല, ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് കള്ളന്മാരിൽ ഒരാളായ മൊട്ടയോട് പറയുന്നു. ഇത് കേൾക്കുന്ന കള്ളനായ മൊട്ട മിസ്സിസ് കെൻഡലിന് നേരെ തോക്ക് ചൂണ്ടുന്നു. പുറത്തു നിൽക്കുന്ന പോലീസുകാരെ വിളിച്ച് അവർക്ക് പോകാനുള്ള വണ്ടി 5 മിനിറ്റിനുള്ളിൽ അറേഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും കൊല്ലുമെന്ന് അവരോട് പറയാൻ കള്ളനായ മൊട്ട മിസ്സിസ് കെൻഡലിനോട് പറയുന്നു. ആ സമയം തന്നെ പുറത്ത് FBI ഏജന്റായ സേവിയർ വന്ന് ഹാരിസൺ ബർഗിൽ നിന്നും കൂടുതൽ ഫോഴ്സ് ഉടനെ ഇവിടെ എത്തുമെന്ന് ബ്രോക്കിനോട് പറയുന്നത് മിസ്സിസ് കെൻഡൽ വിളിച്ച് ബ്രോക്കിനെ വിവരം അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന സേവിയറും ബ്രോക്കും പരസ്പരം നോക്കുന്നു. അപ്പോഴാണ് മേയർ കെൻഡലും ഗോർഡനും അങ്ങോട്ടേക്ക് എത്തി ഷെരീഫ് എവിടെയാണെന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവിടെയുള്ള എല്ലാവരും ലൂക്കസിനെ തിരക്കുമ്പോൾ എന്ത്
പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ബ്രോക്ക്. ഇതേ സമയം കാരി പറഞ്ഞു വെച്ചതുപോലെ ലൂക്കസിനെ പിടികൂടാൻ വരുന്ന റാബിറ്റിനെയും ഗ്യാങ്ങിനെയും കാണിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് ലൂക്കസിനെ കാണിക്കുന്നു. എങ്ങനെയെങ്കിലും ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് ലൂക്കസ്. അപ്പോഴാണ് കാരി ഓൺ ചെയ്ത് വെച്ചിട്ട് പോയ ടിവിയിൽ ബാൻഷി ഹൈസ്കൂളിൽ 2 കള്ളന്മാർ കയറി കുട്ടികളെയും ടീച്ചറെയും തടവിലാക്കിയ വിവരം ലൂക്കസ് അറിയുന്നത്. ഇത് കണ്ട് തന്റെ പരമാവധി ശക്തിയെടുത്ത് ലൂക്കസ് കട്ടിലിന്റെ കാലൊടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. അടുത്ത സീനിൽ റാബിറ്റ് ലൂക്കസിനെ കെട്ടിയിട്ടിരിക്കുന്ന ലോഡ്ജിൽ എത്തുന്നത് കാണിക്കുന്നു. അപ്പോഴാണ് ലൂക്കസ് കട്ടിലിന്റെ ഒരു കാൽ ഒടിക്കുന്നത്. ആ സമയമാണ് പുറത്ത് എന്തോ ശബ്ദം കേട്ട് ലൂക്കസ് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്നത് ജോബിനെയാണ്. എന്റെ മോനെ, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾ പറ്റിക്കുവാണെന്ന് എന്ന് പറഞ്ഞ് ജോബ് ലൂക്കസിന്റെ വിലം കഴിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് റാബിറ്റും സഹായികളും റൂമിന്റെ വാതിൽ ചവിട്ടി തുറക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവിടെ നിന്നും ജോബും ലൂക്കസും രക്ഷപ്പെട്ടിരുന്നു. ആ ദേഷ്യത്തിൽ റാബിറ്റ് ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും തറയിലേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യമടക്കുകയാണ്. അടുത്ത സീനിൽ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്ന കാരിയെ കാണിക്കുന്നു. തന്റെ മകൾ അതിന്റെ അകത്തുള്ളതിന്റെ പേടിയിൽ നിൽക്കുകയാണ് ഗോർഡനും കാരിയും. ആ സമയമാണ് കള്ളനായ മൊട്ടയെ ബ്രോക്ക് വിളിച്ചിട്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ പോകാനുള്ള കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ഫ്രണ്ട് ഡോറിൽ നമ്മൾ എത്തിക്കാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ കുട്ടികളെ എല്ലാം പുറത്തു വിടണം. ഇത് മൊട്ട ശരിവെച്ച് അകത്തേക്ക് ചെന്ന് 4 കുട്ടികളെ മാത്രം പുറത്തേക്ക് പോകാൻ സമ്മതിക്കുമ്പോൾ മൊട്ട പറയുന്നതിനെ എതിർത്ത് ദേവയുടെ കൂട്ടുകാരി മൊട്ടയെ അടിക്കുന്നു. എന്നിട്ട് ദേവയും കൂട്ടുകാരിയും സ്കൂളിനുള്ളിലേക്ക് ഓടുന്നു. പുറകെ ആ മൊട്ടയുമുണ്ട്. ഈ സമയമാണ് പുറത്ത് നമ്മുടെ ലൂക്കസ് എത്തുന്നത്. ലൂക്കസിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കാരി. ലൂക്കസ് വന്നതും സ്ഥിതി വിവരങ്ങൾ ബ്രോക്കിനോട് ചോദിച്ച് നേരെ അകത്തോട്ട് കയറി ചെല്ലാൻ പോകുന്നു. ഇത് കണ്ട് സേവിയർ വന്ന് ലൂക്കസിനെ തടയുമ്പോൾ, താനൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ലൂക്കസ് അകത്തോട്ട് കയറി പോകുന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന ലൂക്കസിനെ കണ്ട്, താൻ അകത്ത് കയറി എന്തിനാ? എന്റെ അടുത്ത് വന്നാ ഞാൻ എല്ലാ പിള്ളേരെയും വെടിവെച്ച് തറയിലിടും, ഞാൻ തന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല, നിന്റെ കൂട്ടുകാരനല്ലേ കടയിലെ അയാളെ കൊന്നത് എന്ന് പറഞ്ഞ് ലൂക്കസ് അയാളുടെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ട് അയാൾ ലൂക്കസിനെ വെടിവെക്കാൻ വരുമ്പോഴാണ് ലൂക്കസ് അയാളെ കൊന്നു കഴിഞ്ഞ് ലൂക്കസ് ദേവയെ കാണാത്തതുകൊണ്ട് ഓടിപ്പോയി അകത്തെല്ലാം നോക്കുന്നു. ആ സമയമാണ് പുറത്ത് ബാക്കിയുള്ള പോലീസ് ഫോഴ്സുകൾ എത്തുന്നത്. ഇതേ സമയമാണ് ലൂക്കസ് രക്ഷിച്ച കുട്ടികളെല്ലാം പുറത്തേക്ക് ഓടി വരുന്നത്. കൂടെ മിസ്സിസ് കെൻഡലും. എല്ലാവരും വരുന്നുണ്ടെങ്കിലും ദേവയെ കാണാത്തത് കൊണ്ട് പേടിച്ച് നിൽക്കുകയാണ് കാരി. ഇതേ സമയം മൊട്ട ദേവയെ പിടികൂടുന്നു. ഇത് കണ്ട് ലൂക്കസ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പുറകെ മറ്റു പോലീസ് ഏജന്റുകളും എത്തുന്നുണ്ട്. അപ്പോഴാണ് ലൂക്കസ് ദേവയോട് കുഴഞ്ഞു വീഴാൻ ആംഗ്യം കാണിക്കുന്നത്. ഇത് കണ്ട് ദേവ തറയിലേക്ക് കുഴഞ്ഞു വീഴുന്നു. ആ സമയം കൊണ്ട് ലൂക്കസും മറ്റു ഓഫീസേഴ്സും മൊട്ടയെ കൊല്ലുന്നു. ഇത് കണ്ട് ദേവ കരഞ്ഞുകൊണ്ട് ലൂക്കസിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. പുറത്തിറങ്ങിയ ദേവയും സുഹൃത്തും അവരുടെ ഫാമിലിയുടെ അടുത്തേക്ക് പോകുന്നു. ദേവയും കാരിയും നോക്കി നിൽക്കുകയാണ് ലൂക്കസ്. ഇത് കണ്ട് കാരി ഒരു കുറ്റബോധത്തിൽ നോക്കുകയാണ് ലൂക്കസിനെ. അങ്ങനെ ലൂക്കസ് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ സേവിയർ വന്ന്, 8 പേരുടെ ജീവൻ വെച്ചാണ് താൻ ഇന്നിവിടെ കളിച്ചത്, എനിക്ക് ചെയ്യാൻ തോന്നിയത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ലൂക്കസ് അവിടെ നിന്ന് പോകുമ്പോൾ ബ്രോക്ക് വന്ന് സേവിയറിനോട്, അയാൾ അങ്ങനെയാ സാർ, കാര്യമാക്കണ്ട. ആ സീൻ കട്ട് ചെയ്ത് എന്തൊക്കെ തേങ്ങയാ ഇന്നിവിടെ നടന്നേ എന്ന് ആലോചിച്ച് നിൽക്കുന്ന എമറ്റിന്റെ അടുത്തേക്ക് തന്റെ ഭാര്യ വന്ന്, നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ, ഇന്നൊരു അലമ്പ് ദിവസമായിരുന്നു, അത്രയ്ക്ക് അലമ്പൊന്നും അല്ല, ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് എമറ്റിനോട് തന്റെ ഭാര്യ പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് രാത്രി തന്റെ ഗാരേജിലേക്ക് വരുന്ന ലൂക്കസ് തന്റെ മുറിയിൽ കാരി ഉണ്ടെന്ന് മനസ്സിലാക്കി കാരിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊന്നു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം എന്ന് കാരി ലൂക്കസിനോട് പറയുമ്പോൾ ലൂക്കസ് കാരിയുടെ കഴുത്തിൽ തോക്ക് വെക്കുന്നു. എന്നിട്ട് കാരിയെ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നു. ഇത് കണ്ട് കാരി ലൂക്കസിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. ആ സീൻ കട്ട് ചെയ്ത് ന്യൂസിൽ കാരിയെയും ലൂക്കസിനെയും കാണിക്കുന്നത് റാബിറ്റ് കാണുന്നു. റാബിറ്റ് ഉടനെ തന്റെ സഹായിയെ വിളിക്കുന്നു. അടുത്ത സീനിൽ റാബിറ്റിന്റെ സഹായിയായ ഒലെക് ഒരു കഫേയിൽ കയറി ചെന്ന്, നിങ്ങളുടെ ബാൻഷിയിൽ എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുമ്പോൾ മിസ്റ്റർ റാബിറ്റിന്റെ സഹായിയായ ഒലെക് ബാൻഷിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.